ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാവുന്ന അപ്ഡേഷനൊക്കെ ഞാൻ ഇതിൽ വഴി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും കൺസേൺ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള ആൻസർ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നഴ്സിംഗ് പഠിച്ചതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ എത്തിയത്, ഇവിടെ ഇരിക്കുന്നതും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഒക്കെ നഴ്സിംഗ് വീട്ടുകാരൊക്കെ തള്ളി ഉന്തി പിടിച്ച് വിട്ട് പഠിപ്പിച്ചതായിരിക്കണം ജോലിക്ക് വേണ്ടിയിട്ട്. നഴ്സിംഗ് പഠിച്ചാൽ ഭാവിയിൽ എന്തായാലും ഒരു ജോലി കിട്ടുമല്ലോ എന്ന് കരുതി പാരൻസ് പഠിപ്പിച്ചവരും പിന്നെ കുറച്ച് ഇഷ്ടപ്പെട്ട് വന്നവരും ഉണ്ടായിരിക്കും. ഞാനൊക്കെ ഇഷ്ടപ്പെട്ട് വന്നതാണ് കേട്ടോ. കുഞ്ഞിനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഞ്ചക്ഷൻ വെക്കണം എന്ന്. എൻ്റെ മനസ്സിലുള്ളത് മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞിനൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോയി എന്നെ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോഴത്തേന് ഇഞ്ചക്ഷനൊക്കെ വെക്കാറുണ്ടല്ലോ. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കിട്ടണം അന്നൊന്നും ഇവർ ഈ സിറിഞ്ചും ഈ IV ട്രിപ്സും ഒക്കെ ബെഡ് സൈഡ് തന്നെ ഇട്ടിട്ടൊക്കെ പോകുമായിരുന്നു കുഞ്ഞിൽ. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കവറിനകത്താക്കി വീട്ടിൽ കൊണ്ട് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പേഷ്യൻസ് ഒക്കെ വാഴയ്ക്കായിരുന്നു കേട്ടോ. വാഴയൊക്കെ ഇങ്ങനെ തൂക്കി ട്രിപ്പൊക്കെ ഇട്ട് വാഴയ്ക്കൊക്കെ ദിവസം ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കുഞ്ഞിൽ. അപ്പോൾ എല്ലാവരും അടുത്തുള്ളവർക്ക് കാണുമ്പോഴേ പറയും ഉണ്ണി നഴ്സാവും ഡോക്ടറാവുമെന്നൊക്കെ. പക്ഷേ ഡോക്ടറാവാനുള്ള ബുദ്ധിയൊന്നുമില്ല, സാമ്പത്തികമില്ല. അങ്ങനെ എന്തായാലും കറങ്ങി തിരിഞ്ഞൊരു നഴ്സായി. പിന്നെ ആ നഴ്സാവും മുന്നേ തന്നെ എൻ്റെ അടുത്തുള്ള വീടുകളിൽ അമ്മമാരൊക്കെ ഇൻസുലിൻ എടുക്കാനൊക്കെ വിളിക്കായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഈ വാഴനെ കുത്തി കണ്ട് അവരുടെ മനസ്സിലോ ഇവർക്ക് എന്തൊക്കെ അറിയാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ പോയി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇൻസുലിൻ എടുക്കുന്നവർക്ക് അവർക്ക് തന്നെ ഡോക്ടർ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും സെൽഫ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് മക്കളെന്ന് പറഞ്ഞിരുമ്പോൾ അതുപോലെ എടുത്ത് കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ വേദനയൊന്നുമില്ല, നന്നായിട്ട് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് പോകും. എന്നാൽ പിന്നെ കൊള്ളാം, നല്ല സുഖമുള്ള ജോലിയാണല്ലോ, ഇഞ്ചക്ഷൻ മരുന്ന് എടുത്താൽ പോലെ എന്നൊക്കെ കരുതിയാണ് പഠിച്ചത്. പക്ഷേ പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ഹോസ്പിറ്റലിൽ ഏറ്റവും ദിവസം ജോലി ചെയ്യുന്നതാണ് നഴ്സിൻ്റെ പണി എന്നുള്ളത്. അതിപ്പോൾ നഴ്സായിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ വലുതായിട്ട് ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാറില്ല നഴ്സിംഗ് പഠിക്കണമെന്ന്. കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണല്ലോ, അതിനെ അവരും കൂടെ അനുഭവിക്കണമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ മനസ്സിൽ ഒരു മാലാഖ ആണെന്ന് താല്പര്യമുള്ളവർക്ക് ഓക്കെ കമോൺ, അതിന് ഞാനൊന്നും പറയത്തില്ല. അപ്പോൾ ഇച്ചിരി കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല സാലറി ഉണ്ട്, നമുക്ക് എവിടെ പോയാലും സ്കോപ്പ് ഉണ്ട്. പിന്നെ ഇച്ചിരി ഭാരിച്ച പണിയുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഞാനൊക്കെ നഴ്സിംഗ് പഠിച്ചത് ലോൺ എടുത്തിട്ടാണ് കേട്ടോ. പഠിക്കാൻ ഇച്ചിരി വീക്കുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ടും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. എന്നാലും ലോൺ എടുത്ത് പഠിപ്പിച്ചു. ഭാഗ്യത്തിന് 10ാം ക്ലാസ്സിലൊക്കെ ആ നഴ്സിംഗിന് പഠിച്ചതുപോലെയൊക്കെ പഠിച്ചെങ്കിൽ എന്തായാലും നല്ല വലിയ മാർക്കൊക്കെ കിട്ടി, ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയത്. അമ്മ അതിനാണ് നഴ്സിംഗിന് പഠിക്കാനൊക്കെ ഉള്ളത് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് BRSലായിരുന്നു പഠിച്ചത്, BRS സ്കൂൾ ഓഫ് നഴ്സിംഗ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലും ഒക്കെ ഒരു ജയിലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ട്. അമ്മ അതിന് പഠിക്കാനും ഉണ്ട്. പിന്നെ നമ്മുടെ ട്യൂട്ടേഴ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കമ്പനി ആയിട്ടുള്ളവരുണ്ടെങ്കിലും അവർ നമുക്ക് വേണ്ടി അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എനിക്കൊക്കെ ആദ്യമായിട്ടുള്ള വീട് വിട്ടുള്ള ഒരു എക്സ്പോഷറാണ് ഈ ഹോസ്റ്റലൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്കും കരച്ചിലും വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബാച്ചിൽ. ഹോസ്റ്റലൊക്കെ സീനിയേഴ്സിൻ്റെ റാഗിങ്ങും കാര്യങ്ങളും അതൊക്കെ മാതിരിയൊക്കെ പോയിക്കൊണ്ടിരുന്നാലും എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് വാർഡൻ സുഭാഷിണി ആൻറ്റി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഭാഷിണി ആൻറ്റി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരി നല്ലൊരു വാർഡനായിരുന്നു. ആൻറ്റി ഇച്ചിരി ഏജ്ഡാണ്, പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. എങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരി. നമുക്ക് വേണ്ടി നമ്മൾ ഫുഡ് കഴിച്ചോ, തിന്നോ, കുടിച്ചോ, പഠിക്കുന്നുണ്ടോ. പിന്നെ അവിടെ ടൈമിംഗ് ഉണ്ട്, ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ അതിൻ്റെ കോഫിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ റൂമിലും ടോർച്ചുമായിട്ട് ആരെങ്കിലും ഉറങ്ങിരിപ്പുണ്ടോ എന്നും പറഞ്ഞ് എല്ലാ റൂമിലും ടോർച്ചുമായിട്ടൊക്കെ നടക്കും. എന്നിട്ട് നല്ല വഴക്കൊക്കെ തരും. പിന്നെ രാവിലെ ആണെങ്കിലും 4 o'clock 5 ടൈമൊക്കെ ഞാൻ പറഞ്ഞു. ആ ഒരു കൃത്യസമയത്ത് നമ്മളെല്ലാവരും ഉണർന്ന് വർഷമൊക്കെ ചെയ്ത് വന്നിരുന്ന് പഠിച്ചോണം. എനിക്കൊക്കെ രാവിലെ എണീച്ച് പഠിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചിലെ തന്നെ ഞാനൊന്നും 10ലെ എക്സാമിന് +2 ഒന്നും ഞാൻ രാവിലെ എണീറ്റിട്ടില്ല കേട്ടോ. നൈറ്റൊക്കെ ഞാൻ എത്ര ടൈം ആണെങ്കിലും ഇരിക്കും. പക്ഷേ രാവിലെ എണീറ്റിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ കൊല്ലണം തുല്യമാണ്. പിന്നെ പതിയെ ആൻറ്റി ബെല്ലടിക്കും. ഒരു ബെല്ലടിച്ചുകൊണ്ട് എല്ലാ റൂമിലും കയറി ഇറങ്ങാം. എല്ലാവരും നമ്മൾ എത്ര ഉറങ്ങിയാലും അടിച്ച് ചെരിക്കി കുത്തുന്നെങ്കിലും ബെല്ലടിക്കും. അപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എണീക്കുമല്ലോ. എന്നിട്ട് ആൻറ്റി ഞങ്ങളെല്ലാവരും എണീറ്റ് പഠിക്കാനിരിക്കുകയാണെന്ന് കൺഫേം ആകുമ്പോഴത്തേനും പുള്ളിക്കാരി ബ്രഷ് ചെയ്യാനും വാഷ്റൂമിൽ പോകാൻ വേണ്ടി താഴെ ഇറങ്ങി പോകും. ഞങ്ങളുടെ ഇത് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് വാഷ്റൂമൊക്കെ. പുള്ളിക്കാരി താഴെ വാഷ്റൂമിൽ കയറുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും, കയറണുണ്ടോ, ഡോർ ക്ലോസ് ചെയ്യണുണ്ടോ. പുള്ളിക്കാരി കയറി ക്ലോസ് ചെയ്യണത് എല്ലാവരും അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുകയാണ്. ഞാൻ അവിടെയൊക്കെ കിടന്നു കയറും. പിന്നെ തിരിച്ച് ആൻറ്റി വരുന്ന സമയത്തായിരിക്കും എല്ലാവരും എണീറ്റ്. അപ്പോഴത്തേനും നമുക്ക് റെഡി ആവാനുള്ള സമയമാവും. പോയി റെഡി ആവുന്നു, ബ്രഷ് ചെയ്യുന്നു, ഫുഡ് എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഒരു ബഹളമാണ്. വാഷ്റൂമൊക്കെ കുറച്ചല്ലേ ഉള്ളത്. ഒത്തിരി സീരിയസ്, നമ്മൾ 3 ബാച്ച് എന്തോ ഹോസ്റ്റലിലുണ്ട്. അങ്ങനെ പിന്നെ വണ്ടി വരുന്നു. പിന്നെ നമുക്ക് അവിടെ സെക്യൂരിറ്റി ബെന്നി പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേ ഓർമ്മ വരും. നല്ല രസമായിരുന്നു. പിന്നെ ഈ വിസിറ്റിംഗ് ഡേയ്സ് 1 മന്തിൽ 1 വീക്കിൽ സൺഡേ ആണ് ഓരോ ബാച്ചിനും തുടങ്ങും. ഇപ്പോൾ ഫസ്റ്റ് സൺഡേ ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ സെക്കൻഡ് സൺഡേ സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഫാമിലി എല്ലാ സൺഡേ ഈ ഒരു സൺഡേ വരുമ്പോഴത്തേനും നമ്മൾക്ക് പോയി റെഡിയായി രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി കുറിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ എല്ലാവരും ഒരുങ്ങി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഫുഡാണ് കൊണ്ടുവരണേ, എന്തൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഫോൺ വിളിക്കാൻ പെർമിഷൻ ഉള്ളൊരു ദിവസമുണ്ട്, തേഴ്സ്ഡേ ഫ്രൈഡേ മറന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴേ എല്ലാ ലിസ്റ്റും ഇങ്ങനെ പറയും. പേപ്പർ വേണം, A4 ഷീറ്റ് വേണം, പെർമിഷൻ വേണം, അത് വേണം, ഇത് വേണം, പിന്നെ ഫുഡ് ഇതുണ്ടാക്കിക്കൊണ്ട് വേണം, അതുണ്ടാക്കിക്കൊണ്ട് വേണം, അത് വാങ്ങിക്കൊണ്ട് വേണം. അപ്പോൾ നമ്മളിങ്ങനെ ഇവർ പറഞ്ഞ വെയിറ്റ് ചെയ്തിരിക്കും ഈ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു മെമ്മറിയായിരുന്നു പഠിക്കുമ്പോൾ കേട്ടോ. അടിമഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാച്ചിൽ ഒരു മുസ്ലിം കുട്ടി, ഒരു ക്രിസ്ത്യാനി ആയിരുന്നു. മുസ്ലിംസിന് അവർക്ക് വേണ്ടി നമ്മളങ്ങനെ സ്പെഷ്യൽ പ്രയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ക്രിസ്ത്യാനിയായിട്ട് ലിനി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവളുടെ കൂടെ പോയിരുന്ന് ഒരു ചെറിയൊരു റൂമുണ്ട്, അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഹിന്ദുസിൻ്റെ വിളക്ക് എത്തിച്ച് പ്രയറുണ്ട് അവിടെ. അത് കഴിയുമ്പോഴത്തേനും താഴെ റൂമിൽ പോയിരുന്ന് നമ്മൾ അവളുടെ ബൈബിളും, അവൾ ബന്ധുക്കോസാണ്, അപ്പോൾ അവളുടെ ബൈബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടത്തിൽ ഇരുന്ന് എല്ലാവരും ആയി മാറിയാൽ നിൽക്കത്തില്ല, എല്ലാവരും ഇരുന്ന് പ്രയറൊക്കെ ചെയ്തിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അന്ന് ജയിലാണെന്നൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ അന്നത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഫീൽ. നിങ്ങൾക്കും അങ്ങനെയല്ലേ?